ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ സമയങ്ങളിൽ നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയുമായിരുന്നു. ദൈവവചനത്തെ യഥാർത്ഥമായി വിഭാഗിച്ച് പഠിക്കുക എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. തോമസ് സാറിലൂടെ അതിൻ്റെ ആരംഭ കാര്യങ്ങൾ നമ്മൾ കേട്ടു. നദീഷ് ബ്രദറിലൂടെ കർത്താവായി യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതായിരിക്കുന്ന 3.5 കൊല്ലം കർത്താവ് പഠിപ്പിച്ചതായിരിക്കുന്ന ഉപദേശങ്ങൾ ന്യായപ്രമാണമാണ് പഠിപ്പിച്ചത് എന്നുള്ളതായിരിക്കുന്ന കാര്യവും, എന്നാൽ പൗലോസ് പഠിപ്പിച്ചത് കർത്താവ് പഠിപ്പിച്ചതായിരിക്കുന്ന ഉപദേശങ്ങൾ അല്ല എന്നുള്ളതായിരിക്കുന്ന കാര്യവും പ്രിയ നദീഷ് ബ്രദറെ വളരെ വിശദമായി 2 ഭാഗത്തു നിന്നും അതിൻ്റെ വേഴ്സുകളെടുത്ത് നമുക്ക് പരിചയപ്പെടുത്തുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അടുത്ത അല്പസമയം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയമെന്ന് പറയുന്നത് പഴയ നിയമം, പുതിയ നിയമം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ച കാലം എന്നുള്ളതായിരിക്കുന്ന ഒരു വിഷയമാണ്. പഴയ നിയമം, പുതിയ നിയമം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ച പുതിയ ഒരു കാലം. 99.99% ക്രിസ്തീയ വിശ്വാസികളും വേർപെട്ട സഭാ ഗ്രൂപ്പുകാരും വിചാരിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന കാലം മുതൽ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ഉപദേശിച്ച കാര്യങ്ങളും എഴുതപ്പെട്ടതായിരിക്കുന്ന പുതിയ നിയമം എന്ന പ്രമാണ ഗ്രന്ഥവും ആ പുസ്തകത്തിലുള്ളത് മുഴുവൻ ക്രിസ്ത്യാനികളായ നമുക്ക്, കുറച്ച് വിവേകമുള്ളവരാട്ടോ അങ്ങനെ പറയുന്നത്, മറ്റ് പഴയ നിയമത്തെ അവർ വേണമെങ്കിൽ യഹൂദന്മാർക്ക് ഔദാര്യമായിട്ട് കൊടുക്കും, അവർക്കിരിക്കട്ടെ എന്ന് പറയും. ബാക്കി എന്നാലും പുതിയ നിയമം വിട്ടുകൊടുക്കുകയില്ല. ഞാനും അങ്ങനെയൊക്കെ പഠിച്ചും പഠിപ്പിച്ചും പോന്നിരുന്നൊരു വ്യക്തിയാട്ടോ. 1-2 വർഷമല്ല, ഏകദേശം 30 വർഷം അങ്ങനെ പഠിച്ചും പഠിപ്പിച്ചും പോന്നിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ ബ്രദർ ഇമ്മാനുവൽ പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയട്ടെ, ഈ സത്യങ്ങൾ, ഈ ഡിവൈഡ് ചെയ്ത് വചനത്തെ പഠിക്കുക എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഞാനും കേട്ടതും പഠിച്ചതും നിങ്ങളോട് ആദ്യം സംസാരിച്ച പ്രിയ തോമസ് സാറിലൂടെയാണ്. എൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആനന്ദം, ഇന്ന് എനിക്കുള്ളതായിരിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാവതല്ല. അല്ലെങ്കിൽ എന്തൊക്കെയോ പഠിപ്പിക്കുക, എന്തൊക്കെയോ ചെയ്യുക, എന്തൊക്കെയോ പ്രസംഗിക്കുക, ഒന്നിനും ഒരു എത്തും പിടിയുമില്ലാത്ത പ്രസംഗം നടത്തിയിരുന്ന വ്യക്തിയാണ് ഞാനെന്ന് എന്നെക്കുറിച്ച് പറയുക. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് പറയാൻ, ഞാൻ അധികം മുഖവരെ പറയുന്നില്ല, ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പഴയ നിയമം, പുതിയ നിയമം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ യോജിച്ച അടുത്ത കാലഘട്ടം. ആ 3 കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാലത്തെ നമുക്കറിയാമല്ലോ, ബൈബിൾ പഠിക്കുമ്പോൾ കാലത്തെ പലരും, അതായത് ബൈബിൾ പണ്ഡിതന്മാർ 7 കാലഘട്ടം, 8 കാലഘട്ടം, 9 കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല കാലങ്ങളായി വിഭാഗിച്ചിരിക്കുന്നത് നമുക്കറിയാം. എന്താണ് നിഷ്പാപയുഗം, കൺമഷയുഗം, ന്യായപ്രമാണ യുഗം, കൃപായുഗം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ, പിന്നെ സഹസ്രാബ്ദ യുഗം അറിയാമല്ലോ, കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ അതൊന്നും അവർ പഠിപ്പിച്ചതൊന്നുമല്ല ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ കാലത്തെ 2ആയി വിഭാഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ കാലത്തെ 2ആയി വിഭാഗിച്ചിട്ടുണ്ട്. നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യം. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും ബലാത്കാരേണ അതിൽ കിടപ്പാൻ നോക്കും. നോക്കിക്കേ, ശ്രദ്ധിച്ച്, ഇവിടെ 2 കാലം കാണാം. കർത്താവ് വിഭാഗിച്ചതാ, നമ്മൾ ആരും വിഭാഗിച്ചതല്ല. ഇവിടെ 2 കാലം കാണുന്നുണ്ടോ? ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം അല്ലേ? അത് കഴിഞ്ഞിട്ട് അന്ന് മുതൽ ദൈവരാജ്യത്തിൻ്റെ അടുത്ത ഒരു കാലം. ഇത് കർത്താവ് വിഭാഗിച്ചതാണ്. അപ്പോൾ കർത്താവോട് പറഞ്ഞായിരിക്കുന്ന കാര്യം നോക്കിയാൽ, ന്യായപ്രമാണത്തിന് പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ യോഹന്നാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് പറയുന്നത്. അതെന്താ യോഹന്നാൻ വരെ എന്ന് പറയുന്നത്? യോഹന്നാൻ സ്നാപകൻ പുതിയ നിയമത്തിൻ്റെ ആളല്ലേ? നമ്മുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയല്ലേ? കർത്താവായി യേശു ക്രിസ്തുവിന് വഴി ഒരുക്കുവാനായിട്ട് വന്നതായിരിക്കുന്ന ദൈവത്താൽ അയക്കപ്പെട്ടതായിരിക്കുന്ന വ്യക്തി പുതിയ നിയമത്തിൻ്റെ ആളാണെന്നല്ലേ നമ്മളെല്ലാവരും പറയുക. എന്നാൽ കർത്താവ് പറഞ്ഞു, സകലവും ഈ ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. കണ്ടോ, കർത്താവ് ഡിവൈഡ് ചെയ്യുന്നുണ്ടോ? യോഹന്നാൻ വരെ. അന്ന് മുതൽ ദൈവരാജ്യത്തെ പ്രസംഗിച്ചു വരുന്നു. അതിൻ്റെ താഴത്തെ വാക്യം കൂടി എടുത്ത മുന്നേ 17. ന്യായപ്രമാണത്തിൽ ഒരു പുള്ളി വീണു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്ന എളുപ്പം. ഇത് ഞാൻ പറഞ്ഞു വരുമ്പോൾ വീണ്ടും തുടർച്ചയായിട്ട് ഞാനിത് വായിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു പഴയ നിയമത്തിൻ്റെ വ്യക്തിയാണെന്നാണ്. പഴയ നിയമത്തിൻ്റെ വ്യക്തി. ഞാൻ അവിടെ ഒന്നും അധികം നിൽക്കുന്നില്ല കേട്ടോ. അതിനെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ
യോഹന്നാനോട് ചോദിച്ചു, നീ ക്രിസ്തുവാണോ? അപ്പോൾ പറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല. നീ ആ പ്രവാചകനാണോ? ആ പ്രവാചകൻ എന്ന് യോഹന്നാൻ സ്നാപകനോട് ചോദിച്ചാൽ ആ പ്രവാചകൻ ആരാന്നറിയാമോ? മാലാഖി പറഞ്ഞിട്ട് കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകനാണെന്ന് യഹൂദന്മാർ ചോദിക്കുന്നത്. നീ ആ പ്രവാചകനോ? അപ്പോൾ പറഞ്ഞു, ഞാനല്ല. നീ ക്രിസ്തുവാണോ? അല്ല. പിന്നെ നീ ആരാ? ഞാൻ ആ പ്രവാചകനുമല്ല, ക്രിസ്തുവുമല്ല എന്ന് ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞാലും നിങ്ങൾ തന്നെ എൻ്റെ സാക്ഷികൾ എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളൻ്റെ സ്നേഹിതനോ നിന്നിട്ട് മണവാളൻ്റെ സ്വരം കേട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ ഞാനോ കുറയണം, അവനോ വളരണം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളാണ്. ഞാൻ ആ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല. യോഹന്നാൻ സ്നാപകൻ എന്താ അവിടെ പറഞ്ഞത്? അതായത് യോഹന്നാൻ സ്നാപകനെ തന്നെ താൻ തരംതിരിക്കുന്ന എവിടേക്കാണ്? ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, മണവാട്ടി ഉള്ളവനാണ് മണവാളൻ. മണവാളൻ്റെ ദാസനോ മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. മണവാളൻ്റെ സ്നേഹിതനോ മണവാളൻ്റെ സ്വരം കേട്ട് അത്യന്തം സന്തോഷിക്കുന്നു. കാര്യം മനസ്സിലായോ? യോഹന്നാൻ സ്നാപകൻ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞത്, ഞാൻ മണവാളൻ്റെ മണവാട്ടിയുടെ സ്ഥാനത്തുള്ള ആളല്ല. പിന്നെയോ, ഞാൻ മണവാളൻ്റെ സ്നേഹിതനാണ്. ഇതിൽ നിന്ന് വല്ലതും മനസ്സിലായോ? എൻ്റെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. എന്നാൽ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. യഹൂദനെയാണ് പഴയ നിയമം മുതൽ പുതിയ നിയമത്തിലെല്ലാം തന്നെ, അഥവാ കർത്താവിൻ്റെ സുവിശേഷങ്ങളിലെല്ലാം തന്നെ യഹൂദനെ ദൈവത്തിൻ്റെ മണവാട്ടിയോട് സാമ്യപ്പെടുത്തിയിരിക്കുക. ഇന്നത്തെ ക്രിസ്തീയ ലോകം മുഴുവൻ വിശ്വസിക്കുന്നത് ഞങ്ങളാണ് മണവാട്ടി സഭ, ഞങ്ങളാണ്. അത് പറയുമ്പോൾ എന്തൊരു ആവേശമാണെന്നറിയാമോ? എന്തൊരു ആഹ്ലാദമെന്നറിയാമോ? ഞങ്ങൾ മണവാട്ടി സഭയാന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ പൗലോസിൻ്റെ എഴുത്തുകളിൽ എവിടെയെങ്കിലും നമ്മൾ മണവാട്ടി സഭയാണെന്നുള്ളത്? ഞാനിപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന 2 വേദഭാഗം എനിക്ക് വ്യക്തമായിട്ടറിയാം. അതിന് മറുപടിയും പറയാൻ എനിക്കറിയാം. അവിടെ ഒന്നും പൗലോസ് ഒരിക്കലും ഈ കർത്താവിൻ്റെ ഈ കാലത്തെ സഭയെക്കുറിച്ച് മണവാട്ടി സഭ എന്ന് പറഞ്ഞിട്ടില്ല. പൗലോസ് പറഞ്ഞതെല്ലാം കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ എന്നാണ്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യം പറഞ്ഞു, മണവാട്ടി ആർക്കുണ്ടോ അവനാണ് മണവാളൻ. മണവാളൻ്റെ സ്നേഹിതനോ നിന്നിട്ട് മണവാളൻ്റെ സ്വരം കേട്ട് അത്യന്തം സന്തോഷിക്കുന്നു. കർത്താവ് ഇവിടെ വിഭാഗിച്ചതറിയാമല്ലോ. സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ പ്രവചിച്ചു. പഴയ നിയമത്തിൻ്റെ അവസാനത്തെ കണ്ണിയാണ്, അല്ലെങ്കിൽ അവസാനത്തെ പ്രവാചകനാണ് യോഹന്നാൻ സ്നാപകൻ എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആ പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം തന്നെ മണവാളൻ്റെ സ്നേഹിതൻ എന്ന പട്ടികയിലേക്ക് മാറ്റപ്പെടുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ മുതൽ കർത്താവായ യേശുവിനെ നേരിട്ട് കണ്ട് ക്രിസ്തു എന്ന് വിശ്വസിച്ച് കർത്താവിനെ അനുസരിച്ചവരായിരിക്കുന്ന ആ ഗണത്തെയാണ്, അന്ന് മുതൽ ഇങ്ങോട്ടുള്ളായിരിക്കുന്ന യഹൂദന്മാരുടെ സമൂഹത്തെയാണ്, നമ്മളെ അല്ലാട്ടോ, യഹൂദന്മാരുടെ, അതായത് ആ കർത്താവ് ജീവിച്ചിരുന്ന കാലത്തുള്ളായിരിക്കുന്ന ആ ലിറ്റിൽ ഫ്ലോക്ക് എന്ന് പറയുന്നതായിരിക്കുന്ന ആ ചെറിയ സമൂഹത്തെയും വരാൻ യഹൂദനെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി ദൈവം നിശ്ചയിച്ചായിരിക്കുന്ന മഹാപീഡന കാലത്ത് വരാനിരിക്കുന്നതായിരിക്കുന്ന ആ യഹൂദ വിശ്വാസികളും എല്ലാം അടങ്ങുന്ന ആ ഒരു ഗണത്തെയാണ് കർത്താവിൻ്റെ മണവാട്ടി എന്നുള്ളതായിരിക്കുന്ന പ്രത്യേക അംഗീകാരത്തിന് യോഗ്യരായിരിക്കുന്നവർ. യഹൂദന്മാരിൽ കർത്താവിൻ്റെ മണവാട്ടി എന്നുള്ളതായിരിക്കുന്ന പ്രത്യേക ഗണത്തിന് യോഗ്യരായിരിക്കുന്നവർ അവരാണ്. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാൻ മണവാളൻ്റെ സ്നേഹിതനാണെന്ന് പറഞ്ഞു. പഴയ നിയമത്തിൻ്റെ അവസാനത്തെ വ്യക്തി. അപ്പോൾ അവിടെ കാലം രണ്ടായിത്തിരിക്കുക. കർത്താവ് പറഞ്ഞു മത്തായി സുവിശേഷത്തിൽ, ഇപ്പോൾ നമ്മൾ വായിച്ച ലൂക്കോസ് സുവിശേഷത്തിലാണ്, മത്തായി സുവിശേഷത്തിനെ കുറിച്ച് പറഞ്ഞു സകല പ്രവാചകന്മാരുടെയും ന്യായപ്രമാണത്തിൻ്റെയും കാലം യോഹന്നാൻ വരെയാവുന്നു. അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. ബലാൽക്കാരികൾ ബലാൽക്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു, ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു എന്ന് പറഞ്ഞു. എന്താ കർത്താവ് അവിടെ പറഞ്ഞ? കാലഘട്ടത്തിന് വ്യത്യാസം വരികയാണ്. പഴയ നിയമം എല്ലാം പ്രവചിച്ചെന്താണെന്നറിയാമോ? യഹൂദന് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ചാണ്. ആ രാജ്യം പിടിക്കാനായി യഹൂദന് പ്രോമിസ് ചെയ്തായിരിക്കുന്ന രാജാവ് വന്നെന്നിട്ട് പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇന്നത്തെ ക്രിസ്ത്യാനികളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ദൈവരാജ്യം സമീപിച്ചു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന നമ്മൾ പോകാനിരിക്കുന്ന ആ സ്വർഗം എന്ന രാജ്യമാണെന്ന വിചാരം. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന നമ്മൾ പോകാനിരിക്കുന്ന രാജ്യത്തെക്കുറിച്ചാണ് ഈ ദൈവരാജ്യം സ്വർഗരാജ്യം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പൊന്നെ അല്ല, മനസ്സിലാക്കുക. അവിടെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളിൽ ദൈവരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിലൂടെ വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന ഇസ്രായേലിന് കൊടുക്കുമെന്ന് പറഞ്ഞായിരിക്കുന്ന വാഗ്ദത്ത രാജ്യമായ, കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഭരിക്കാനിരിക്കുന്ന 1000 ആണ്ട് ഭൂമിയിലെ വാഴ്ചക്കാലത്തെയാണ് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് സുവിശേഷങ്ങളിൽ പറഞ്ഞത്. അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നമുക്കല്ല, അബ്രഹാമിയ സന്തതികൾക്കാണ്. അത് യഹൂദന്മാർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അത് സമീപിക്കാൻ പോകുന്നു എന്നാണ്. ഞാൻ അതിലേക്ക് വരികയാണ്.
അപ്പം നമ്മുടെ കർത്താവ് തന്നെ ഈ കാലത്തെ രണ്ടായി തിരിച്ചു. അതിലെ ഒന്നാമത്തെ കാലത്തിലേക്ക് നമുക്ക് ആദ്യം വരാം. മത്തായി പുതിയ നിയമത്തിലെ ആദ്യത്തെ വാക്യം ഏതാ? പുതിയ നിയമത്തിലെ ആദ്യത്തെ വാക്യം കാണാതറിയുന്നവരൊന്ന് പറഞ്ഞേ, നിങ്ങളെയും കൂടി ഉത്സാഹിപ്പിക്കാനോ കേട്ടോ. ആ യെസ്, കറക്റ്റ്. അബ്രഹാമിൻ്റെ സന്തതിയായി ദാവീദിൻ്റെ സന്തതിയായ യേശു ക്രിസ്തുവിൻ്റെ, അല്ലേ? എടുത്തില്ല, വാക്യം എടുത്തോ. മത്തായി 1:1. അബ്രഹാമിന്റെ പുത്രനായ ആ. ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. എന്താ അവിടെ അങ്ങനെ എഴുതിയേ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. നോക്കിക്കേ, അബ്രഹാമിൻ്റെ പുത്രനായ യാക്കോബിൻ്റെ പുത്രനായ അബ്രഹാമിൻ്റെ പുത്രനായ ഇസ്ഹാക്കിൻ്റെ പുത്രനായ യാക്കോബിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ എഴുതിയില്ലല്ലോ. ഈ അബ്രഹാം കഴിഞ്ഞിട്ട് എന്താ ദാവീദിലേക്ക് ഒരു എടുത്തിയാട്ടം നടത്തിയേ? എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ആ ഒരു മത്തായി സുവിശേഷം 1:1 അതിങ്ങനെ തിരുത്തി വായിച്ച് നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലാവും. അബ്രഹാമിൻ്റെ പുത്രനായ ഇങ്ങനെ വായിച്ചു നോക്കുക. അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതിയും ദാവീദിൻ്റെ സന്തതിയായ രാജാവുമായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതിയും ദാവീദിൻ്റെ സന്തതിയായ രാജാവുമായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? ബൈബിളിൽ തിരുത്താനല്ല പറഞ്ഞത്. ഇവിടെ എന്താ ഈ രണ്ട് പേര് പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ നോക്കിയേ, അബ്രഹാമിന് ദൈവം വാഗ്ദത്തങ്ങൾ കൊടുത്തു, അല്ലേ? പിതാവായ ദൈവം അബ്രഹാമിന് വാഗ്ദത്തങ്ങൾ കൊടുത്തില്ലേ? വാഗ്ദത്തങ്ങൾ കൊടുത്തപ്പോൾ അവിടെ എവിടെയെങ്കിലും നിന്റെ ജനത്തിന് അല്ലെങ്കിൽ നിന്റെ സന്തതി പരമ്പരകൾക്ക് എന്ന ബഹുവചനത്തിൽ വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടോ? പിന്നെ എന്തെന്നാ കൊടുത്തേ? ഒരുപാട് വാക്യങ്ങളുണ്ട്, എല്ലാ വാക്യങ്ങളൊന്നും എടുക്കണ്ട. എന്നാൽ ഒരു 1-2 വാക്യം പെട്ടെന്ന് നോക്കി പോവാവേ. ഉൽപ്പത്തി പുസ്തകം 12:7. ഉൽപ്പത്തി പുസ്തകം 12:7. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന്. ആരാ ഈ സന്തതി? നിന്റെ സന്തതികൾക്ക് ഈ ദേശം കൊടുക്കുന്നതാണ്. വാഗ്ദത്ത കനാൻ ദേശം കൊടുക്കുന്ന കാര്യമായി പറയുന്നത്. നിന്റെ സന്തതികൾക്ക് കൊടുക്കുമെന്നല്ല പറഞ്ഞത്. പിന്നെ നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കും. 13:15, 15:16. 13:15-16. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്ക് തരും. ആണോ പറഞ്ഞേ? അല്ലല്ലോ, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. 16, ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ കൊടി പോലെയാക്കും. ഭൂമിയിലെ കൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ. ഇത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ചിരി വരില്ലേ? ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ജനസമൂഹത്തെ വർദ്ധിപ്പിക്കുന്നത് പോലും ക്രിസ്തുവിലാണെന്നർത്ഥം. ക്രിസ്തുവിനെ കൂടാതെ യഹൂദ ജനത്തിന് ഒരു വാഗ്ദത്തവുമില്ല, ഒരനുഗ്രഹവുമില്ല. നിങ്ങൾക്കറിയാമോ? ഒന്നുമില്ല, ദേശവുമില്ല, വർധനവുമില്ല, മറ്റ് യാതൊരു അനുഗ്രഹവുമില്ല. എല്ലാം ക്രിസ്തുവില. നിന്റെ സന്തതിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവില. കുറേ വാക്യങ്ങളുണ്ട്, എന്നാലും എല്ലാം ഒന്നും ഞാൻ വായിക്കുന്നില്ല. 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. പിന്നെ അവൻ അവരെ പുറത്തു കൊണ്ടുപോയി, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും. ഇതെന്താ പിന്നെ ഈ തിരുവെഴുത്ത് എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റിയോ? അല്ല, അരുളി ചെയ്തായിരിക്കുന്ന ദൈവത്തിന് തെറ്റുപറ്റിയോ? നിന്റെ സന്തതിയെ നോക്കിയാൽ, നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അരുളി ചെയ്തു. എങ്ങനെയാകും? ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും നിന്റെ സന്തതി. ഏകവചനമാണ്, ഏകവചനം. ഇനി ന്യായപ്രമാണമോ? ഈ ന്യായപ്രമാണം കൊടുക്കുന്നതോ? നിങ്ങൾ അതും കൂടി വായിച്ചിട്ട് ഞാൻ ആ വിഷയം ഇടാം. 17-ാം അധ്യായം നോക്കിയേ. 17, ഉൽപ്പത്തി തന്നെ 17-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യം. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായ നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. എന്താ? നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഞാൻ എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ നിയമം കൊടുക്കുമെന്ന്. നിയമം. ഈ നിയമം ഏതാണെന്ന് വായിച്ചു വരുമ്പോൾ നമുക്ക് തോന്നും പരിശോധനയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്. എന്നാൽ അല്ല, പരിശോധനയെക്കുറിച്ചല്ല പറഞ്ഞത്. അതിൻ്റെ 11-ാം വാക്യം എടുത്തേ. 17-11. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത്
എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിന്റെ പരിച്ഛേദന എന്താണെന്നറിയാവോ? നിയമമല്ല. എനിക്കും ഞാൻ നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നിന്നോടുമായിട്ട് ഞാൻ എൻ്റെ നിയമം സ്ഥിരമായി സ്ഥാപിക്കും. ആ നിയമം, ആ ന്യായപ്രമാണം, വരാനിരിക്കുന്ന മോശയിലൂടെ കൊടുക്കാനിരിക്കുന്ന ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞ് അത്രയും വാക്യങ്ങൾ തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അടയാളമാണ് പരിച്ഛേദന. അതിൻ്റെ അടയാളമായി പരിച്ഛേദന കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ ഞാനത് നിർത്തട്ടെ. ഞാൻ പറഞ്ഞത് എന്താ അറിയാമോ? എന്തിനാ അബ്രഹാമിൻ്റെ സന്തതിയായി ദാവീദിൻ്റെ സന്തതിയായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറഞ്ഞിരിക്കുന്നത്? വേറെ ആരുടെയും പേര് പറയാത്ത? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ അബ്രഹാമിൻ്റെ സന്തതി ആരാ എന്താണെന്ന് മനസ്സിലായോ? അബ്രഹാമിൻ്റെ വാഗ്ദത്ത പുത്രനാണ് ഈ വന്നിരിക്കുന്ന ഈ മറിയിൽ രൂപം കൊണ്ട ഈ ഭൂമിയിൽ ജനിച്ചായിരിക്കുന്ന വ്യക്തി അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതിയാണ്. ഇവർക്ക് വാഗ്ദത്തം കൊടുത്തതിൽ 2 നിയമങ്ങളാണ് മുഖ്യമായിട്ടുള്ളത്. പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളൂ സത്യം. 2 നിയമങ്ങളാണ് മുഖ്യമായിട്ടുള്ളത്. എന്താണെന്നറിയാമോ? ഒന്ന്, അവർക്കൊരു രാജ്യം കൊടുക്കുമെന്ന, നിൻ്റെ കാൽ ചവിട്ടുന്ന ദേശമൊക്കെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. അതെങ്ങനെ കൊടുക്കുന്ന? താൽക്കാലികമായിട്ടോ കുറച്ച് നാളത്തേക്കോ? അല്ല, ശാശ്വത അവകാശമായി, എന്നേക്കുമുള്ള അവകാശമായി കൊടുക്കും. അതാണ് ഏറ്റവും മുഖ്യമായ ഒരു കൽപ്പന. രണ്ടാമത്തെ ഒരു കൽപ്പന എന്ന് പറഞ്ഞാൽ, തുടർന്ന് വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒരു ദാവീദി ഉടമ്പടിയുണ്ട്. ദാവീദി ഉടമ്പടിയിൽ എന്താ കാണാൻ കഴിയുന്നത് അറിയാമോ? അവിടെ കാണാൻ കഴിയുന്നത് എന്നേക്കും നിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഞാൻ നിനക്കൊരു രാജാവിനെ തരുമെന്നുള്ളതാണ്. എന്നേക്കും. ആ വേദഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2 ശമൂവേൽ 7 അധ്യായത്തിൻ്റെ 12 മുതലുള്ള ചില വാക്യങ്ങൾ. പുറപ്പെടുവാനിരിക്കുന്ന സന്തതി നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ ഇത് ആരോടെ വാഗ്ദത്തം ചെയ്യുന്നത്? ദാവീദിനോട് അല്ലേ? ഇത് ദാവീദിനോട് പറയുന്നതല്ലേ? വായിച്ചോ. അവൻ്റെ രാജ്യം ഉറപ്പാക്കി താഴേക്ക് വായിച്ച്. അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും, ഞാൻ അവന്റെ രാജ്യത്തിന്റെ സിംഹാസനം സ്ഥിരമാക്കും. താഴെ വായിക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ട് മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. 15 എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിൽ നിന്നും ഞാൻ എന്റെ ദയ നീക്കിയതുപോലെ അത് അവരിൽ നിന്ന് നീങ്ങിപ്പോകില്ല. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സന്തതിക്ക് ഞാൻ നിന്റെ സിംഹാസനം കൊടുക്കും. ആ സിംഹാസനം എന്നേക്കും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും. നമുക്കറിയാം, സോളമനെ കുറിച്ചല്ലല്ലോ പറഞ്ഞേ. സോളമൻ ആകെ ഇസ്രായേലിന് വാണത് 40 കൊല്ലം അല്ലേ? 40 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയി. അദ്ദേഹത്തിൻ്റെ ജോലി തീർന്നു, അദ്ദേഹം പോയി. അപ്പോൾ ഇവിടെ വാഗ്ദത്തം ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് സോളമനല്ല, ദാവീദിൻ്റെ പുത്രനായിരിക്കുന്ന ശലോമോനെ കുറിച്ചല്ല, ദാവീദിൻ്റെ പുത്രനായിട്ട് വരാനിരുന്നായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ മത്തായി സുവിശേഷം 1:1 അർത്ഥം? മനസ്സിലായോ? ആയില്ലെങ്കിൽ ചോദിക്കുക, ഞാൻ പറയാം. അബ്രഹാമിൻ്റെ സന്തതിയായി ദാവീദിൻ്റെ സന്തതിയായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി, അവിടെയാണ് അത് പൂർത്തിയാകുന്നത്. അത് അവിടുന്ന് തുടങ്ങുക. കാരണം ഈ വന്നിരിക്കുന്ന മറിയയിൽ ജാതം ചെയ്ത് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന വ്യക്തി അബ്രഹാമിനോട് ഞാൻ നിൻ്റെ സന്തതിക്ക് ഇങ്ങനെ ചെയ്യും, നിൻ്റെ സന്തതിയെ എങ്ങനെ അനുഗ്രഹിക്കും, നിൻ്റെ സന്തതിയെ എങ്ങനെ വർദ്ധിപ്പിക്കും, നിൻ്റെ സന്തതിക്ക് ഞാൻ ദേശം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ സന്തതി ആരാണ് എന്ന് ചോദിച്ചാൽ ഈ വന്നിരിക്കുന്നവനാണ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തിരുവെഴുത്ത് എഴുതിയപ്പോൾ അത് കൃത്യമായിട്ട് എഴുതി. നമുക്കറിയാമല്ലോ, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ആ സന്തതി ആരാന്ന് വ്യക്തമായിട്ട് പറയുന്നില്ലേ? ഗലാത്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തം ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അപ്പോൾ ഇതിനും കൂടുതൽ വ്യക്തമാകണല്ലോ, അതൊന്നും ഞാൻ അത് വിവരിക്കണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം. ആ ഏക സന്തതി എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ്. അപ്പം ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്തിനാ ഭൂമിയിലേക്ക് വന്നേ? ഭൂമിയിലേക്ക് വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾ ഒന്നടക്കം ഒരു കാര്യം പറയും, പാവികളെ രക്ഷിക്കാൻ. പോരാത്തതിന് പൗലോസിൻ്റെ ഒരു വാക്കുണ്ടല്ലോ വ്യക്തമായിട്ട്, ക്രിസ്തു യേശു പാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാവികളെ രക്ഷിക്കാനാണ് വന്നതെന്ന്. എൻ്റെ പൊന്നെ, ഇതൊക്കെ പൗലോസിനെ വിളിച്ച് പൗലോസിന് കൃപയുടെ സുവിശേഷം ലഭിച്ചതിന് ശേഷം പൗലോസിന് ഈ സത്യങ്ങൾ വെളിപ്പെട്ടപ്പോഴാണ് ആ കാര്യങ്ങൾ എഴുതിയത്. ക്രിസ്തു യേശു പാവികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നത്
വന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം പൗലോസിന് വെളിപ്പെട്ടത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, തിരുവെഴുത്ത് പ്രകാരം ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതിയാണ്. ദാവീദിൻ്റെ പുത്രനായിരിക്കുന്ന രാജാവായിട്ടാണ് നമ്മുടെ കർത്താവ് വന്നത്. എന്തിനാ അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതി ഭൂമിയിലേക്ക് വരുന്നത്? യഹൂദന് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക, നീ നോക്കുന്ന ദേശമൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്ക് ശാശ്വതമായി തരുമെന്ന് പറഞ്ഞായിരിക്കുന്ന ആ വാഗ്ദത്തം അത് നിവർത്തിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലേക്ക്. യഹൂദന് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന ഭൂമി വീണ്ടെടുത്ത് യഹൂദന് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? എൻ്റെ പൊന്നെ, ആ കാലത്തൊന്നും നമ്മളുടെ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഒരു വെളിപ്പാടും വന്നിട്ടില്ല. ഒന്നും ലോകത്ത് വെളിപ്പെട്ടിട്ടില്ല. നമ്മളെ ഉദ്ദേശിച്ചല്ല കർത്താവ് വന്നത്. തോമസ് സാർ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ഓർക്കുക. കർത്താവായി യേശു ക്രിസ്തു ജനിച്ചു കഴിഞ്ഞപ്പോൾ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാരുടെ ചോദ്യം നിങ്ങൾക്കറിയാമല്ലോ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞാൻ അല്പം സ്പീഡിൽ പോകുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? അവർ ചോദിച്ചത് എന്താ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ്. ലോകത്തിൻ്റെ രാജാവായി പിറന്നവനെ അന്വേഷിച്ചില്ല, ഇന്ത്യയുടെ രാജാവായി പിറന്നവനെ അന്വേഷിച്ചില്ല. യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി വന്നു എന്ന് പറയുന്ന നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അല്ല, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് യഹൂദൻ്റെ രാജാവായിട്ടാണ്. യഹൂദൻ്റെ വാഗ്ദത്തം മശികയായിട്ടാണ് വന്നത്. അത് യഹൂദന് ദൈവം വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന ഭൂമി വീണ്ടെടുത്ത് കൊടുക്കാൻ വേണ്ടി വന്നതായിരിക്കുന്ന രാജാവാണ്. അതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ സന്തതിയായി ദാവീദിൻ്റെ സന്തതിയായി യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് എഴുതി തുടങ്ങിയത്. പുതിയ നിയമം എഴുതി തുടങ്ങിയത് അതിനുവേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നത് എന്ന് മനസ്സിലാക്കണം. കർത്താവിനെ വിളിച്ചപ്പോൾ പലപ്പോഴും കുരുടന്മാരും മറ്റു ചിലരും ഒക്കെ കർത്താവിനെ വിളിച്ച വാക്ക് നിങ്ങൾക്കറിയാമല്ലോ, ദാവീദ് പുത്ര. എന്താ ദാവീദ് പുത്ര എന്ന് വിളിച്ചേ? യഹൂദന്മാർക്കറിയാം ദാവീദിൻ്റെ പുത്രനായി അവരുടെ രാജാവ് വരുമെന്നറിയാം. അവരുടെ രാജാവ് വന്നെങ്കിലേ അവർക്ക് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന രാജ്യം കിട്ടുകയുള്ളൂ എന്നറിയാം. ഈ രാജ്യം അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങണമെങ്കിൽ രാജാവ് വരണം. രാജാവില്ലാതെ എങ്ങനെ രാജ്യം കിട്ടിയിട്ടെന്താ കാര്യം? ആര് ഭരിക്കാനാ? അപ്പോൾ രാജാവ് വരണം. ആ രാജാവിനെ ഇവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരൊക്കെ വിളിച്ചത് ദാവീദ് പുത്ര എന്ന് വിളിച്ചത്. അറിയാമോ? ആ ദാവീദിൻ്റെ പുത്രനായി രാജവംശത്തിൽ പിറന്നവൻ്റെ രാജാവായിരുന്ന ദാവീദിൻ്റെ വംശത്തിൽ തന്നെ അവൻ പിറക്കണം. ആ വിധത്തിൽ ഈ ഭൂമിയിലേക്ക് വരികയും യഹൂദന് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന രാജ്യം നേടിക്കൊടുക്കുകയും ചെയ്യണം. കർത്താവായി യേശു ക്രിസ്തു വന്നപ്പോൾ തൊട്ട് പ്രസംഗിച്ച പ്രസംഗം അല്ലെങ്കിൽ സുവിശേഷം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒന്നുറക്കെ പറയോ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവോ മാനസാന്തരപ്പെടും. ഇതും എടുത്ത് നമ്മുടെ പ്രസംഗകർ കാച്ചും ഞായറാഴ്ചകളിൽ. ഞാൻ അങ്ങനെ തന്നെ ചിലപ്പോഴൊക്കെ പറയും, ദൈവരാജ്യം എന്ന് പറഞ്ഞങ്ങ് പ്രസംഗിക്കും. തിരിച്ചറിയണ്ടേ ഈ ദൈവരാജ്യം എന്ന് പറയുന്ന ഈ പദ്ധതി ആരുടെ, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ പൊന്നെ, അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ മനസ്സിലാക്കുക. രാജാവ് വന്നെത്തി. രാജാവ് ഇവിടെ നിൽക്കുക യഹൂദന്മാരുടെ മുമ്പിൽ. ആ രാജാവ് നിന്നതിന് ശേഷം പറയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. രാജാവ് വന്നെങ്കിലേ അവർക്ക് പ്രോമിസ് ചെയ്തായിരിക്കുന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആ രാജ്യം പിടിച്ചെടുക്കാൻ പറ്റുകയില്ല. ഈ സമയം, രാജാവ് വന്നിരിക്കുന്ന ഈ സമയം ഇസ്രായേൽ രാജ്യം റോമ ഗവൺമെൻറ് അധീനതയിലാണുള്ളത്. റോമൻ സാമ്രാജ്യത്വത്തിൻ്റെ കീഴിലാണുള്ളത്. അവിടെ നിന്നുകൊണ്ട് കർത്താവായി യേശു ക്രിസ്തു പ്രസംഗിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്നുള്ളത്. അത് അവരോടുള്ള സുവിശേഷമാണ്. യഹൂദനുള്ള സുവിശേഷം നമുക്കുള്ളതല്ല, നമ്മളോട് പറഞ്ഞതല്ല. നമുക്കെന്ത് ദൈവരാജ്യം? ഞാൻ സാധാരണ ക്ലാസ് എടുക്കാൻ പോകുന്നിടത്ത് ഞാൻ ചോദിക്കാറുണ്ട്, യോഹന്നാൻ സ്നാപകനാണ് ആദ്യമായിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചത്, അല്ലേ? ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടില്ല, തിരുവെഴുത്തുകളെക്കുറിച്ച് യാതൊരു അറിവുമില്ല, പഴയ നിയമത്തെക്കുറിച്ചാവട്ടെ പുതിയ നിയമത്തെക്കുറിച്ചാവട്ടെ നമുക്ക് ആർക്കും യാതൊരു അറിവുമില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യോഹന്നാൻ സ്നാപകനെ പോലെ ഒരാൾ വന്ന് ഇന്ത്യക്കാരായിരിക്കുന്ന, പ്രത്യേകിച്ച് കേരളക്കാരായിരിക്കുന്ന നിങ്ങളുടെ ഇടയിൽ വന്നിട്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൽ പ്രസംഗിച്ചാൽ നിങ്ങളതെങ്ങനെ ഉൾക്കൊള്ളും? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ല, ദൈവവചനം അറിയില്ല, ബൈബിൾ അറിയില്ല. ഈ കാലഘട്ടത്തിൽ യോഹന്നാൻ സ്നാപകൻ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുമെന്ന് ചോദിച്ചാൽ ഞാനാണെങ്കിൽ ചോദിക്കും, താൻ എന്താണോ ഈ പറയുന്നത്? എന്ത് ദൈവരാജ്യം? എവിടുത്തെ ദൈവരാജ്യം? എന്ത് മാനസാന്തരപ്പെടാനാണ് താൻ ഈ പറയുന്നതെന്ന് ചോദിക്കും. നമുക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരറിവുമില്ല. എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ പ്രസംഗിച്ചപ്പോൾ അവരാരെങ്കിലും ചോദിച്ചോ, യോഹന്നാനെ നീ പറയുന്ന ദൈവരാജ്യം എന്താ?
അല്ലെങ്കിൽ യേശു കർത്താവ് പ്രസംഗിച്ചപ്പോൾ ചോദിച്ചോ, യേശുവേ നീ പറയുന്ന ഈ ദൈവരാജ്യം എന്താന്ന് ചോദിച്ചോ? എന്താ ചോദിക്കാൻ? ഞാൻ കാലാകാലങ്ങളായി തിരുവെഴുത്ത് പരിശോധിച്ച് കാത്തിരിക്കുക അവർ. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തിൻ്റെ രാജ്യം വരണം, ഭൂമിയിൽ വരണം. എൻ്റെ പൊന്നെ, ആദ്യം തോമസ് സാർ പറഞ്ഞ മാതിരി സ്വർഗത്തിലേക്ക് പോവുക എന്നുള്ളതായിരിക്കുന്ന അറിവോ ചിന്തയോ യാതൊരു വിധമായിരിക്കുന്ന ലക്ഷ്യമോ യഹൂദന്മാർക്കില്ല, ഇല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളിലൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ യഹൂദന്മാർ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്? നിങ്ങൾക്ക് കാണിച്ചു തരാമോ? അവർക്ക് സ്വർഗത്തിൽ പോകുന്ന പരിപാടി അറിയില്ല. അവരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആധിപത്യം നടക്കുന്ന ഒരു ഭൂമി, ദൈവരാജ്യം, അത് ഭൂമിയിൽ വരണം. കർത്താവിൻ്റെ കൂടെ ക്രൂശിൽ മരിച്ചായിരിക്കുന്ന ആ മാനസാന്തരപ്പെട്ട കള്ളൻ ചോദിച്ച ചോദ്യം, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും ഓർക്കണം. കർത്താവേ ഇന്ന് നീ പോകുന്ന നാട്ടിലേക്ക്, സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്നല്ല. അതറിയില്ല അവർക്ക്. ആദ്യം തോമസാർ പറഞ്ഞതുപോലെ തന്നെ അവസാനത്തെ യാത്രയും പറഞ്ഞ് ഒലിവുമലയിൽ നിന്ന് ഉയരത്തിലേക്ക് പോകാതിരിക്കുന്ന കർത്താവിനോട് യഹൂദന്മാരുടെ ശിഷ്യന്മാരുടെ അവസാനത്തെ ചോദ്യം, നീ ഇസ്രായേലിന് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത് ഇക്കാലത്തിലോ? അവർക്ക് അത്രേ അറിയൂ. അവരോട് കർത്താവ് പറഞ്ഞതും അതുതന്നെയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന് 5-ാം വാക്യം നിങ്ങൾക്ക് അറിയാമോ? കാണാതെ 5-ാം അധ്യായത്തിന് 5-ാം വാക്യം, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും, സ്വർഗത്തെ അല്ല. ഇതൊന്നും നമ്മളോട് പറഞ്ഞതല്ല. ഇതൊക്കെ എടുത്ത് കൊട്ടിഘോഷിച്ച് നടന്ന എൻ്റെ 30 കൊല്ലം പാഴായിപ്പോയി എന്ന് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. 30 കൊല്ലം യഹൂദന് വേണ്ടി എഴുതിയതാണ് ഈ സങ്കീർത്തനം. 37-ാം സങ്കീർത്തനം എടുത്തേ, സംശയമുള്ളവർക്ക്. 37:9. 11-ാം വാക്യം, 37:11. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ 22. അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും, അവനാൽ ശപിക്കപ്പെട്ടവരോ ചെയ്തു. 29. നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും വസിക്കും. 34. യഹോവയ്ക്കായി പ്രത്യാശിച്ചു അവന്റെ വഴി പ്രമാണിച്ചു നടക്ക, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉപയോഗിക്കും. ഇത്ര ഒരു സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ ഇത്രയും വായിച്ചു കേൾപ്പിച്ചത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ദൈവത്തിൻ്റെ 2 പദ്ധതി, ദൈവത്തിൻ്റെ 2 പ്രോഗ്രാം മനസ്സിലായോ? എന്നിട്ട് ഈ സങ്കീർത്തനം എടുത്തിട്ട് നമുക്ക് ഭൂമി കിട്ടും, കിട്ടും 10-20 ഏക്കർ വെച്ച് ദൈവം വരുമ്പോൾ, കർത്താവ് വരുമ്പോൾ നമുക്കൊക്കെ അളന്നു തരും. കാത്തിരുന്നു. എൻ്റെ പൊന്നെ, ഇതൊന്നും നമ്മളോട് പറഞ്ഞതല്ല. ഞാനതൊക്കെ ഒന്ന് തരംതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ കർത്താവായി യേശു ക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് ദൈവരാജ്യം സംഭവിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന സുവിശേഷം അവർക്ക് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന രാജ്യം സമാഗതമായിരിക്കുന്നു. അത് കൈപ്പിടിയിൽ ഒതുങ്ങുവാൻ പോകുന്നു, അത് നമ്മൾ സ്വന്തമാക്കാനായിട്ട് പോകുന്നു, നമുക്കതിലേക്ക് പ്രവേശിക്കാം എന്നുള്ള സുവിശേഷം പറഞ്ഞ് യോഹന്നാൻ സ്നാപകനും അതാ പറഞ്ഞ് കർത്താവായി യേശു ക്രിസ്തു അതാ പറഞ്ഞ്. വേണ്ട, 12 അപ്പോസ്തലന്മാരെ അയച്ചപ്പോൾ എന്ത് സുവിശേഷം പറയാനാണ് പറഞ്ഞ്? കർത്താവായി യേശു ക്രിസ്തു 12 അപ്പോസ്തലന്മാരെ സുവിശേഷ വേലയ്ക്ക് അയച്ചപ്പോൾ, കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഞാൻ കാൽവരിയിലെ കുരിശിൽ യാഗമായി തീരും, എൻ്റെ യാഗമരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായിരിക്കുന്ന രക്ഷ എന്നുള്ള സുവിശേഷം പോയി പറവിൻ. അല്ലല്ലോ, ആണോ? എന്ത് പറയാനാണ് പറഞ്ഞേ? എവിടെ പോകാനാണ് പറഞ്ഞേ? ലോകത്ത് മുഴുവൻ പോകാനാണോ പറഞ്ഞേ? ശമരിയരുടെ പട്ടണത്തിൽ പോകരുത്, പിന്നെയോ ജാതികളുടെ അടുക്കൽ പോകരുത്. എവിടെ പോകണം? ഇസ്രായേലിലെ കാണാം. അവർക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്ന ഈ രാജ്യം. പിന്നെ അത് പോയി മറ്റവരോട് പറഞ്ഞിട്ട് ജാതികളോട് പറഞ്ഞിരുന്ന കാര്യം? രാജ്യത്തിൻ്റെ സുവിശേഷം ജാതികളോട് പറഞ്ഞിരുന്ന കാര്യം? ഇസ്രായേലിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കൽ തന്നെ പോവുക, എന്നിട്ട് പറയുക ദൈവരാജ്യം സംഭവിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. അവർക്കത് കേൾക്കുമ്പോൾ അറിയാം. ഇതൊന്നും തരംതിരിച്ച് പഠിക്കാതെ നമ്മളൊക്കെ ബൈബിളിൽ നിന്ന് എന്തൊക്കെയോ പഠിച്ചു വെച്ചവരാ. മാറ്റുക. നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കുക. ഈ ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ട് പോകുന്നു, ഇത് സ്ഥാപിക്കാൻ സംഭവിക്കുന്നു, ഇതിലേക്ക് നാം കടക്കാൻ പോകുന്നു എന്നുള്ള സുവിശേഷ കർത്താവ് പറഞ്ഞു. കർത്താവ് അത് ആദ്യം തോമസ് സാർ പറഞ്ഞാണ്, ഞാനതൊന്നും അവിടെ നിൽക്കുന്നില്ല, വാക്യങ്ങളും എടുക്കുന്നില്ല. കർത്താവിനെ അയച്ചത് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് തന്നെയാണ്. നമുക്ക് വേണ്ടിയിട്ടല്ല കർത്താവ് വന്നത് എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറഞ്ഞാൽ നിങ്ങളിൽ പലരും ചിലപ്പോൾ എന്നെ ആക്ഷേപിക്കുമായിരിക്കും. എന്നാലും എനിക്ക് വിരോധമല്ല. ഭൂമിയിലേക്ക് കർത്താവായി യേശു ക്രിസ്തു വന്ന് തൻ്റെ ജനമായി ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്ത രാജ്യം യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദാവീദിൻ്റെ സന്തതിയെ, അബ്രഹാമിൻ്റെ സന്തതിയായിട്ടാണ് വന്നത്. മനസ്സിലായോ? കർത്താവ് പറഞ്ഞത് എന്നെ
ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മണ്ടത്തരം പറഞ്ഞാണോ? മണ്ടത്തരം പറഞ്ഞാലല്ലോ, ഉള്ള സത്യമല്ലേ നമ്മുടെ കർത്താവ് പറഞ്ഞത്. കാരണം ദൈവത്തിൻ്റെ പദ്ധതി പ്രോഗ്രാം എന്ന് പറയുന്നത് അതാണ്. കർത്താവിൻ്റെ ഇനിയിപ്പം അപ്പോൾ പറഞ്ഞത് സുവിശേഷം പറഞ്ഞത് അവരോട്. ഏത് സുവിശേഷം? രാജ്യത്തിൻ്റെ സുവിശേഷം. അത് അവർക്ക് പ്രോമിസ് ചെയ്താണ്, വാഗ്ദത്തം ചെയ്താണ്. ഇനി കർത്താവ് പറഞ്ഞിരിക്കുന്ന സുവിശേഷം എന്താണ്? എന്ത് സുവിശേഷം പറഞ്ഞേ? ഇതുമൊക്കെ കേൾക്കുമ്പോൾ പഠിക്കുമ്പം മറ്റുള്ളവരിൽ നിന്നൊക്കെ കേൾക്കുമ്പം അത്ഭുതം തോന്നിപ്പോവുക. കർത്താവ് പഠിപ്പിച്ചതായിരിക്കുന്ന കുറേ ഉപമകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? രാജ്യത്തിൻ്റെ ഉപമ, പിന്നെ മറച്ചു വെച്ച നിധിയുടെ ഉപമ, വയലിലിട്ട എല്ലാവിധ മീനും പിടിക്കുന്ന വലയുടെ ഉപമ, വേണ്ട കുറേ ഉപമകളുണ്ട്. മത്തായി സുവിശേഷം 13 അധ്യായം വായിച്ചാൽ ഉപമകളുടെ ഒരു പരമ്പര തന്നെയുണ്ട്. ഇതൊക്കെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളായിരിക്കുന്ന ഉപമയാണ്. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയാണ്. നിങ്ങൾക്കറിയാമോ? യഹൂദന്മാർ അതിലേക്ക് കടക്കാൻ പോകുന്ന അവരെ പഠിപ്പിച്ച് അവർക്കുള്ളായിരിക്കുന്ന ഉപമയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ 3.5 കൊല്ലവും ഭൂമിയിൽ ഉപദേശിച്ചായിരിക്കുന്ന കാര്യങ്ങൾ, പഠിപ്പിച്ചായിരിക്കുന്ന കാര്യങ്ങൾ ന്യായപ്രമാണമാണ്. ന്യായപ്രമാണം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17 മുതലായിരിക്കുന്ന വാക്യങ്ങളിൽ അതാണല്ലോ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്നത്. ഏറ്റവും കർത്താവിൻ്റെ ശ്രേഷ്ഠമായ ഉപദേശ സംഹിതയാണ് ഗിരിപ്രഭാഷണം. അവൻ മലമേൽ കയറി ഇരുന്ന ശേഷം അവരെ ഉപദേശിച്ചതെന്തെന്നാൽ, അവിടെ നിന്ന് മത്തായി 5, 6, 7 3 അധ്യായങ്ങൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. അതിൻ്റെ 17-ാം വാക്യം തൊട്ട് എങ്ങനെയാണ് വായിക്കുന്നത് അറിയാമോ? അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ന്യായപ്രമാണത്തെ നിരൂപിക്കരുത്, നോക്കിയാൽ നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? നിങ്ങളെങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ വാഗ്ദത്തം രാജ്യം, യഹൂദന് കൊടുക്കുന്ന രാജ്യവും യഹൂദന് കൊടുക്കുന്ന രാജാവും ന്യായപ്രമാണത്തിലും ഉള്ളായിരിക്കുന്ന വാഗ്ദത്തമാണ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്. അതിൻ്റെ കണ്ടിന്യൂഷൻ ന്യായപ്രമാണത്തിൽ കാണാം. ആ ന്യായപ്രമാണത്തിലെ വാഗ്ദത്തം നിവർത്തിക്കാൻ വന്നതാണ്. അല്ലാതെ ന്യായപ്രമാണം അപ്പാടെ മുടിച്ച് കളഞ്ഞിട്ട് നീക്കി കളഞ്ഞിട്ട് ഞാൻ പുതിയൊരു നിയമം സ്ഥാപിക്കാൻ വന്നു എന്നല്ല പറഞ്ഞേ. ഞാൻ ന്യായപ്രമാണത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ വന്നാണ്. എന്നിട്ട് താഴെ പറഞ്ഞത് ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു. അങ്ങനെയല്ല താഴെ? സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും. സത്യമല്ലേ ഇത്? കർത്താവ് പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയോ? പോയെങ്കിൽ നമുക്ക് പറയാം ന്യായപ്രമാണം എന്നില്ല. ഇവിടെ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന കാര്യം ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുകയില്ല. അതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, വാക്യങ്ങൾ എടുത്തു വെച്ചോളൂ, നിങ്ങൾക്ക് വായിക്കാം. താഴേക്ക് പറയുന്നുണ്ട്, ആകയാൽ ഈ ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ. ഏത് ചെറിയ കൽപ്പനകളിൽ? തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ്. ന്യായപ്രമാണത്തിൻ്റെ ഒരു ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനൊക്കെയും സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയനെന്ന് വിളിക്കപ്പെടും. ഈ ചെറിയ കൽപ്പനകളിലൊന്ന് എന്താ താഴെ വായിച്ചത്? അവയാചരിക്കുകയും പഠിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ. അപ്പം എന്തുമാത്രം കൃത്യതയാണ് ന്യായപ്രമാണത്തിൻ്റെ ഉപദേശത്തിൻ്റെ കർത്താവ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ ഉപദേശമായിരിക്കുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങൾ നമുക്ക് ആചരിക്കാൻ പറ്റുമോ? പൗലോസ് എന്താ ഇതിനെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും നദീഷ് ബ്രദർ പറഞ്ഞായിരുന്നു. പൗലോസ് പറയുന്ന കാര്യം കേട്ടോ, ഇവിടെ കർത്താവ് പറഞ്ഞതിന് കടക വിരുദ്ധമാണ്. ഞാൻ സാധാരണ ഈ വിഷയം മാത്രമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ബൈബിളിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന്. ഞാൻ എന്നിട്ട് കുറേ വൈരുദ്ധ്യങ്ങൾ കാണിച്ചു കൊടുക്കും. വൈരുദ്ധ്യം വരാൻ പാടില്ല ബൈബിളിൽ, കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയതാണ്. ഇത് ദൈവനിശ്വാസ്യമാണ്. പിന്നെ എങ്ങനെ വായിക്കുമ്പോൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ ആദ്യം പഠിക്കണം. എന്നാൽ ദൈവവചനത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ വൈരുദ്ധ്യമല്ല. നദീഷ് ബ്രദറിൻ്റെ എപ്പോഴുള്ള വാക്ക് ഞാൻ കടമെടുക്കട്ടെ, അതൊരു മർമ്മമായിരിക്കും. ബൈബിളിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടാൽ അത് വൈരുദ്ധ്യമല്ല, ഒരു മർമ്മമായിരിക്കും. കർത്താവായി യേശു ക്രിസ്തു ന്യായപ്രമാണം അനുസരിക്കാനാണ് പറഞ്ഞത്. ഇവർ രണ്ടുപേരും പറഞ്ഞ ഒരു പോയിൻ്റുണ്ട്. ലൂക്കോസ് 10-ാം അധ്യായത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു, കർത്താവെ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസത്യം ചെയ്യരുത് എന്നിങ്ങനെയുള്ള കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ എന്ന്. നിങ്ങൾ ലൂക്കോസ് 10-ാം അധ്യായത്തിൽ എടുക്കണ്ട, വാക്യം എടുക്കണ്ട, ഞാനത് നിർത്താൻ പോവുകയാണ്. ലൂക്കോസ് 10-ാം അധ്യായത്തിലേക്ക് നോക്കുക. അവിടെ ഒരു ന്യായശാസ്ത്രി വന്നിട്ട് ചോദിച്ച ചോദ്യം ഏതാ? കർത്താവെ, ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന്. നിങ്ങളോട് ഒരു മനുഷ്യൻ വന്നിട്ട് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം കൊടുക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. ഉറങ്ങുന്നുണ്ടോ?
ആരും ഉറങ്ങുന്നില്ലല്ലോ. ഉറങ്ങുന്നവരോട് ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾ ഉറങ്ങുന്നതിൽ എനിക്ക് വിരോധമല്ല, പക്ഷെ അടുത്തിരുന്ന് ഉറങ്ങുന്നവരെ ബുദ്ധിമുട്ടിക്കരുത്. ഓക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തൂങ്ങിപ്പോവുകയെ, അതുകൊണ്ട് പറഞ്ഞ. അപ്പോൾ നമ്മളോട് ഒരാളോട് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? കർത്താവായ യേശു ക്രിസ്തു നിൻ്റെ പാപത്തിന് വേണ്ടി കാൽവരി കുരിശിൽ യാഗമായിട്ടുണ്ട്, വിശ്വസിച്ചാൽ നിനക്ക് രക്ഷിക്കപ്പെടാം. അതല്ലേ നമ്മൾ പറയുക? സത്യമല്ലേ അത്? സത്യമാണ്. ഈ സുവിശേഷം എവിടെ നിന്നാണ് കിട്ടിയത്? കർത്താവിൻ്റെ വായിൽ നിന്ന് കിട്ടിയ. കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ കർത്താവിൻ്റെ നേരിട്ടുള്ള മൊഴികളിൽ നിന്ന് കിട്ടിയത്. നമുക്ക് കർത്താവിനോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് എന്ത് ഉത്തരവ് കൊടുത്തത്? ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു, അതാ കൊടുത്തല്ലേ? ആ ചോദ്യം, ആ ഉത്തരമല്ലേ കൊടുത്തേ? അപ്പോൾ കർത്താവ് പഠിപ്പിച്ചതല്ല ന്യായപ്രമാണത്തെയാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ താഴേക്ക് പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ കൊല ചെയ്യരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് കൽപ്പിക്കുന്നത്. സഹോദരനെ മൂടാന്ന് വിളിക്കുന്നവൻ കൊലപാതകിയായി. അപ്പം ന്യായപ്രമാണത്തെ നീക്കം ചെയ്യണോ? ഇത് ആണോ? ന്യായപ്രമാണത്തെ കർക്കശമായി ഉറപ്പിക്കുകയല്ലേ ഇത്? വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് കൽപ്പിക്കുന്നത്. സ്ത്രീയെ മോഹിക്കേണ്ടൻ അവളെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു പോയി എന്ന് ഞാൻ കൽപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. ന്യായപ്രമാണത്തെ നീക്കം ചെയ്തു. പിന്നെയും കുറേ കാര്യങ്ങൾ. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവായി യേശു ക്രിസ്തു 3.5 കൊല്ലം ന്യായപ്രമാണം പഠിപ്പിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാമോ? 4 സുവിശേഷങ്ങളിലെ ഉപദേശം മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. നമുക്കനുസരിക്കാനുള്ളതാണോ? നിങ്ങൾ വിധി എഴുതുന്നത് നമുക്കനുസരിക്കാനുള്ളതാണോ? പൗലോസ് എന്താ പറയുന്നത് അറിയോ? വാക്യം ഞാൻ എടുക്കുന്നില്ല. പൗലോസ് എന്താ പറയാൻ അറിയോ? ന്യായപ്രമാണത്താൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതിയിരിക്കപ്പെടുകയില്ലോ എന്ന്. കർത്താവ് പറഞ്ഞതിന് നേരെ എതിര്. വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യമുണ്ട്. വാക്യങ്ങളൊക്കെ ഞാൻ പിന്നെ വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. ന്യായപ്രമാണത്താൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതിയിരിക്കപ്പെടുകയില്ലോ. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കൊണ്ട് ഒരു ലാഭവുമില്ല എന്ന് പൗലോസായ ഞാൻ പറയുന്നു. നോക്കിയേ പൗലോസിൻ്റെ ആ വാക്കുകളിലൂടെ ന്യായപ്രമാണത്തെ നിശിതമായി വിമർശിക്കുന്നുണ്ടോ? എന്തൊരു കഷ്ടം. അപ്പോൾ ഇതെന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതെന്താ ഇങ്ങനെ ബൈബിളിൽ വൈരുദ്ധ്യം വന്നേ? കർത്താവ് പറയുന്നതല്ല പൗലോസ് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞത് സത്യമാണ്, പൗലോസ് പറഞ്ഞത് സത്യം. ഇത് ദൈവത്തിൻ്റെ ജീവൻ്റെ മൊഴികളാണ്. ഇതിലൊന്നും മുറിച്ച് മാറ്റണ്ട, ഒന്നും വെട്ടി മാറ്റേണ്ടതാണ്. ആരോട് പറഞ്ഞു, സന്ദർഭം എന്താണ്, ആരോട് പറഞ്ഞു, ഇത് വെച്ചൊന്ന് പഠിച്ചാൽ മതി. കർത്താവായ യേശു ക്രിസ്തു ഉപദേശിച്ചെല്ലാം യഹൂദന്മാരെയാണ്. കർത്താവ് വന്ന അവരുടെ രാജാവായിട്ടാണ്, അവരുടെ രാജ്യം വീണ്ടെടുത്ത് കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ച കർത്താവ് നമ്മളുമായിട്ട് ഒരു പങ്കുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നരുത് കേട്ടോ. ഈ വലിയ കൃപ നമ്മളിലേക്ക് വന്ന വഴി ഞാൻ അടുത്ത ക്ലാസ്സിലൂടെ നിങ്ങളോട് പറയാം. ഇപ്പോൾ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ, യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്ന ആ പ്രവർത്തനം. അതിനുശേഷം മരിച്ചുയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം ദൈവം ഒരു വലിയ കൃപ നമ്മളോട് കാണിച്ചു. സകല ജാതികൾക്കും രക്ഷയുടെ വാതിൽ തുറന്നു. അത് മനസ്സിലായതിലൂടെയാണ് ഇന്ന് ഞാനും നിങ്ങളെ ക്രിസ്ത്യാനികളായിരിക്കുന്നത്.